ലൈനിലാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വലിയൊരു വഴക്കോട് കൂടിയാണ് പലരും പറഞ്ഞ പോലെ. ഞാന് എന്നെ നവീകരണത്തിലേക്ക് കൊണ്ടുവന്നത് സത്യം പറഞ്ഞാൽ അച്ഛന്റെ ഒരു വഴക്കാണ്. ഇല്ലെങ്കിൽ ആ വഴക്ക് കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം ഉണ്ടാകാനായിട്ട് ഇടയായത്. തുടർന്നാണ് ഞാൻ അതിനു മുമ്പ് ഞാൻ ജീശുത്തായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുമെങ്കിലും ജീശുത്തിനോട് ചേർന്ന് പോവുകയില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ശരിക്കും ഒരു ജീസസ് യൂത്ത് ആയത് അച്ഛന്റെ ആ ഒരു വഴക്ക് പറച്ചിലോട് കൂടെയാണ്. പിന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് അച്ഛൻ കോഴിക്കോട് ആയതുകൊണ്ട് എന്റെ വീട് അതിനടുത്തായതുകൊണ്ട് ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് പോകും. ഞാൻ ഓർക്കുന്നു എന്റെ ഒരു മോളെ അച്ഛനാണ് മാമോദിസം മുക്കിയത്. അച്ഛൻ ഈ ആശുപത്രിയിൽ ഐസിയുവിൽ ഒക്കെ ആയിരുന്ന ഒരു സമയം ഐസിയുലായിരുന്നു. കുറച്ച് ഈ പ്രാവശ്യം തൊട്ട് മുമ്പത്തെ പ്രാവശ്യവും ഞാനും മിനിയും കൂടെ ചെന്നപ്പോൾ അച്ഛന് ഈ ബ്രെഡും ഓംലെറ്റും ഇഷ്ടം. അപ്പൊ അതിങ്ങനെ കൊടുക്കുമ്പോൾ അച്ഛന് കുറച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി മിനിയോട് പറയാണ്, നീ അത് ബാക്കി കഴിച്ചു. അപ്പം കഴിച്ചത് മകൾക്ക് കഴിക്കാം, അതുകൊണ്ട് കൊച്ചത് കഴിച്ചോ കേട്ടോ. അങ്ങനെ അങ്ങനത്തെ ഒരു എല്ലാരും പറയുന്ന പോലെ അച്ഛന്റെ കരുതലും സ്നേഹവും ഈ വിധത്തിൽ ഞങ്ങളും ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ചും ഈ അവസാന നാളുകളില് ഒത്തിരി അനുഭവിക്കാനായിട്ട് ഇവിടെ തൊട്ടടുത്തായപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചായയുടെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ കുടിച്ചിട്ട് അതല്ല, അച്ഛൻ നിർബന്ധിച്ച് അവിടെ വീണ്ടും റിഫക്ടറി കൊണ്ടുപോയിട്ട് ചായയും എപ്പോഴാണോ ഞങ്ങൾ ചെല്ലുന്നത് അതിന് ഭക്ഷണത്തിനോട് ഏതെങ്കിലും സമയം അടുത്താണെങ്കിൽ നിർബന്ധമായിട്ടും കഴിപ്പിക്കുക. അങ്ങനത്തെ എല്ലാം അച്ഛൻ എപ്പോഴും ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും എനിക്കറിയാം അച്ഛൻ ഞങ്ങൾ ചെല്ലുമ്പം മിക്കവാറും സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഒരു നട്സോ അതോ ഇതോ എന്തെങ്കിലും പിള്ളേർക്ക് കൊടുക്കും. ഇതല്ലെങ്കിൽ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് കുറച്ച് പൈസയെങ്കിലോ അങ്ങനെയൊക്കെ അച്ഛൻ ഒരുപാട് എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഇടപെട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു താങ്ക് ഏട്ടാ. യു. താങ്ക് യു വെരി